ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തൗബയുടെ കവാടങ്ങൾ എന്നാണ്. തൗബ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വിഷയമാണ് തൗബ എന്നുള്ളത്. ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് പടച്ച റബ്ബിലേക്ക് മടങ്ങുക എന്നുള്ളത്. തൗബ ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ്. തൗബ ചെയ്യുന്നവരാണ് വിജയിക്കുന്നവര്, തൗബ ചെയ്യുന്നവരാണ് നല്ല മനസ്സിന്റെ ഉടമകൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീൻ. തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും 10 നമ്മിൽ നിന്ന് കഴിഞ്ഞു. ഇനി തൗബയുടെ നരകത്തിൽ നിന്ന് പാപമോചനം നടത്തി സ്വർഗപ്രവേശനം അല്ലാഹുവിനോട് ചോദിക്കേണ്ട മാസമാണ്. അതുകൊണ്ട് തൗബയെ കുറിച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ 5-6 ദിവസങ്ങൾ ബദ്രിന്റെ രണാങ്കളത്ത് നടന്ന പോരാട്ട വീര ചരിത്രങ്ങളെ നമ്മൾ പഠിച്ചെടുത്തു. അൽഹംദുലില്ലാ, ബദ്രിന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു. ഇനി ഇൻഷാ അല്ലാഹ് ഇനിയുള്ള രാവുകൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന മനോഹരമായ രാവുകളാണ് നമ്മുടെ മുമ്പിൽ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ ദിവസങ്ങൾ അള്ളാഹുലേക്ക് അടുത്തുകൊണ്ട് നമ്മൾ തൗബ ചെയ്ത് പടച്ച റബ്ബിലേക്ക് അടുക്കണം. നേരെ ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കാണ്. ധാരാളം ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗബയെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്തിനാ? ഒരു മനുഷ്യനാകുമ്പോൾ അവന്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ, പാവപ്പിഴവുകൾ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കും. കാരണം അങ്ങനെയാണ്. എത്ര വാഴ് കേൾക്കുമ്പോൾ മനസ്സിന്റെ അകത്ത് ഈമാൻ വർദ്ധിച്ചാലും ഒരു ഒറ്റപ്പെട്ട നിമിഷത്തിൽ, ഒരു ദുർബല നിമിഷത്തിൽ, നോട്ടത്തിലോ ചിന്തകളിലോ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ പാകപ്പിഴവുകൾ സംഭവിക്കും. മനുഷ്യനാണെങ്കിൽ തെറ്റുകൾ സംഭവിക്കും. അമ്പിയാക്കന്മാരല്ലേ തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടവരെ? അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരൊക്കെയാണ്. മനുഷ്യനാണെങ്കിൽ അവനിൽ നിന്ന് പാകപ്പിഴവുകൾ സംഭവിക്കും. പക്ഷേ അതിനെയെല്ലാം പൊരുത്തപ്പെടിപ്പിച്ച് റബ്ബിലേക്ക് മടങ്ങാനുള്ള ഒരു വഴി അള്ളാഹു നമ്മുടെ മുമ്പിൽ ഒരുക്കി തന്നിട്ടുണ്ട്. അതാണ് തൗബ. തൗബ ചെയ്യുന്നവരാരാണ്? അവർ വിജയിച്ചവരാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചരിത്രത്തിലൂടെ തുടങ്ങിയാണ്. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മസ്ജിദുൻ നബിയിൽ സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദീനിയായ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. വല്ലാത്തൊരു വിഷമത്തോടുകൂടി ഒരു മുഖം, ഒരു വല്ലാത്ത നിറം വന്നു. സ്വഹാബത്തിന്റെ മനസ്സിലായി എന്തോ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സങ്കടം വന്നിട്ടുണ്ട്. കാരണം അല്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഇങ്ങനെ പെട്ടെന്ന് പോവാറില്ല. എന്തുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഒരു സങ്കടം വരാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വിഷമിച്ചു പോകുന്നത് കണ്ടപ്പോ മഹാനായ സയ്യിദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളർത്തു മകനല്ലേ, പ്രവാചകരോട് വന്ന് ചോദിച്ചു, നബിയെ എന്ത് പറ്റി? തങ്ങൾക്ക് എന്തോ ഒരു വല്ലാത്ത വിഷമമുണ്ടല്ലോ തങ്ങളെ. എന്തിനാണ് തങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങളുടെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നത്? തങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും വിഷമമുണ്ടോ? ഞങ്ങളിൽ നിന്ന് വല്ല അദബുകേടും സംഭവിച്ചോ നബിയെ? എന്തുകൊണ്ടാണ് തങ്ങൾ മസ്ജിദുൻ നബവിയിലെ ഞങ്ങളോട് സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് തങ്ങൾ പുറത്തേക്ക് വരാൻ കാരണം? സയ്യിദ് ഇബ്നു ഹാരിഥ തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മിണ്ടിയില്ല. പ്രവാചകരുടെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത വിഷമം വന്നതുപോലെ. സയ്യിദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ചെന്ന് പറഞ്ഞു, തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തോ ഒരു സങ്കടം ഉണ്ട് കേട്ടോ, എന്തോ ഒരു വിഷമുണ്ട്, എന്തോ ഒരു ടെൻഷൻ കയറിയാൽ പിന്നെ അങ്ങനെയാണല്ലോ. നമുക്കൊന്നും സംസാരിക്കാൻ വേണ്ടിയില്ല, ഭക്ഷണം കഴിക്കാനും വേണ്ട, വെള്ളം കുടിക്കാനും വേണ്ട, യാത്രക്കും സുഖം ഉണ്ടാവില്ല, കിടന്നിട്ട് ഉറക്കം വരൂല. അതെങ്ങനെയാണ്? നമ്മുടെ ടെൻഷനൊക്കെ അള്ളാഹു ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് മാറ്റി തരട്ടെ. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു റമദാൻ നിലാവിന്റെ ബർക്കത്ത് കൊണ്ട്, പരിശുദ്ധ റമദാന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിച്ചിരിക്കുന്ന വാർത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ചെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമീപത്തേക്ക് ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത സ്വഹാബത്ത്, ഒരു നിമിഷം പോലും പ്രവാചകന്റെ കണ്ണ് നിറയുന്നത് ഇഷ്ടപ്പെടാത്ത സ്വഹാബത്തെ, ഒരു നിമിഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലേക്ക് വേദന വരുന്നത് ഇഷ്ടപ്പെടാത്ത സ്വഹാബത്ത്, ആ സ്വഹാബത്തിന് സ്നേഹം പഠിപ്പിച്ചു കൊടുത്ത സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ്
റളിയല്ലാഹു അൻഹു. ആരാ പ്രിയപ്പെട്ടവരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വലത് കയ്യിന്റെ ചെറുവിരൽ പിടിച്ചുകൊണ്ട് മക്കയുടെ മണ്ണിലൂടെ ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ, നിങ്ങളെ സ്നേഹിക്കാൻ മക്കയിൽ ഞാനുണ്ട് നബിയേ. തങ്ങൾക്ക് ഉമ്മയില്ലെങ്കിൽ ബാപ്പയില്ലെങ്കിൽ, ഉമ്മയും ബാപ്പയും ചെറുപ്പത്തിലെ വഫാത്തായി അവർ ചെറുപ്പത്തിലെ സ്വർഗത്തിലേക്ക് പാറിപ്പോയവരാണ്. ആ ഉമ്മയും ബാപ്പയും നഷ്ടപ്പെട്ട തങ്ങളെ, തങ്ങൾക്കൊരു ഉമ്മയെ പോലെ ബാപ്പയെ പോലെ സ്നേഹം തരാൻ ഞാനുണ്ടല്ലോ തങ്ങളെ. തങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ റെഡിയാണ്, തങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ റെഡിയാണ്, തങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ റെഡിയാണ്. അല്ലാഹുവിന്റെ ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറയണം തങ്ങളെ, ഈ മനസ്സിന്റെ അകത്തൊരു വിഷമം വരുന്നത് കാണാൻ അബൂബക്കറിന് കഴിയുമല്ലോ തങ്ങളെ റളിയല്ലാഹു അൻഹു. അവിടത്തെ സന്തോഷമാണ് ഞങ്ങളെ സന്തോഷം നബിയേ, അവിടുത്തെ സങ്കടം ഞങ്ങളുടെയും സങ്കടമാണ്. മദീനയിലെ സുന്ദര മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിക്കകത്ത് ഞങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തോ പെട്ടെന്ന് തങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് വിഷമിച്ചുകൊണ്ട് ഒറ്റക്ക് ആ സങ്കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളെ കാണുമ്പോ ഞങ്ങൾക്ക് വിഷമമാണ് നബിയേ. അതുകൊണ്ട് പറയുമോ തങ്ങളെ, തങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ഞങ്ങളോട് തങ്ങൾ പറയുമോ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നും പറഞ്ഞില്ല. ആരോടാ പ്രിയപ്പെട്ടവരെ പറയാത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ സങ്കടങ്ങളും നബി തങ്ങൾ പറഞ്ഞിരുന്നത് അവിടെയല്ലേ? എല്ലാ വിഷമങ്ങളും മുത്തുനബി ഒരു കാലത്ത് പറഞ്ഞിരുന്നത് അബൂബക്കർ തങ്ങളോടല്ലേ? അബൂബക്കറേ, നേരില്ലാത്ത മുത്തുനബിക്ക് നീല് പോലെ കൂടെ നിന്ന മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടത്തോട് പറയാത്ത സങ്കടങ്ങളില്ലല്ലോ, അവിടത്തോട് പറയാത്ത വിഷമങ്ങളില്ല, അവിടത്തോട് ഉരിയാടാത്ത കാര്യങ്ങളില്ലല്ലോ. മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് പതിരാ സമയത്ത് ഹിജറ പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് കൂടെ കൊണ്ടുപോയത് ആരെയാണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ സിദ്ദീഖ് തങ്ങളോടും മുത്തുനബിയുടെ വിഷമം പറയുന്നില്ല. വല്ലാത്തൊരു വിഷമമാണ്. എന്ത് പറ്റിയെന്നറിയില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരമറിഞ്ഞു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, നബിയേ, എന്ത് പറ്റി നബിയേ? ഞങ്ങളിൽ നിന്ന് വല്ല അദബകേടും സംഭവിച്ചോ? വല്ല വാക്കുകളും ഞങ്ങൾ പറഞ്ഞു പോയെങ്കിൽ പൊരുത്തപ്പെടണം തങ്ങളെ. പിന്നെ എന്തിനാണ് തങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഒന്നും പറയുന്നില്ല, ആരോടും പറയുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിന്റെ അകത്ത് വല്ലാത്ത വിഷമം കുന്നുകൂടിയിട്ടുണ്ട്. ആ വിഷമം സ്വഹാബത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. അവസാന സ്വഹാബത്ത് മീറ്റിംഗ് കൂടി ചർച്ച ചെയ്യുകയാണ്. പ്രവാചകന്റെ വിഷമം പുറത്തേക്ക് വരാൻ എന്താ ഒരു മാർഗമുള്ളത് സ്വഹാബ? ആര് ചോദിച്ചാലാണ് മുത്തുനബിയുടെ വിഷമം പുറത്തേക്ക് വരുന്നത് സ്വഹാബ? അബൂബക്കർ തങ്ങളോട് പറയാത്ത, ഉമറുൽ ഖത്താബ് തങ്ങളോട് പറയാത്ത, പ്രിയപ്പെട്ട വളർത്തു മകനായ സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങളോട് പോലും പറയാത്ത ആ വല്ലാത്ത വിഷമം അറിയണമെങ്കിൽ ആര് ചോദിച്ചാലാണ് അറിയുന്നത് സ്വഹാബ? സ്വഹാബത്ത് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ സ്വഹാബത്തും ഒരേ ഒരു വാക്കുകൊണ്ട് പറഞ്ഞത് അത് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് നമുക്ക് വിഷയം പറയാം. ഫാത്തിമ ബീവി ചോദിച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാതിരിക്കില്ല. എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ, എന്റെ ജീവന്റെ ഭാഗമാണ് ഫാത്തിമ, എന്റെ ഹൃദയത്തിന്റെ സന്തോഷമാണ് ഫാത്തിമ. ഫാത്തിമയെ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിച്ചവരെ പോലെയാ, ഫാത്തിമയെ കുറ്റം പറയുന്നവർ എന്നെ കുറ്റം പറഞ്ഞവരെ പോലെയാ, ഫാത്തിമയോട് ദേഷ്യം കാണിക്കുന്നവർ എന്നോട് ദേഷ്യം കാണിക്കുന്നവരെ പോലെയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പുന്നാര ഹബീബിന്റെ വല്ലാത്ത സ്നേഹമാണല്ലോ. ആ ഫാത്തിമ ബീവിയുടെ മുന്നിൽ മറച്ചു വെക്കാറില്ല. അതുകൊണ്ട് തന്നെ ഫാത്തിമ ബീവിയോട് നമുക്ക് ചോദിപ്പിക്കാം,
ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തും പ്രവാചകന്റെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് വിഷയം പറയുകയാണ്. മദീനയിലെ ചെറിയ ഭവനമാണ്, ചെറിയ ചെറ്റക്കുടിലാണ്. ആ വീട്ടിന്റെ അകത്ത് എന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് എന്താണെന്നറിയില്ല, മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. ആ പ്രവാചകന്റെ മനസ്സിന് വല്ലാത്ത സങ്കടം വന്നിട്ടുണ്ട്. മോളെ, ഞങ്ങൾ ആര് ചോദിച്ചിട്ടും മുത്തുനബി മറുപടി പറയുന്നില്ല. ഞങ്ങൾ ആര് ചോദിച്ചിട്ടും എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടപ്പെടുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഫാത്തിമ. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ചെന്ന് ചോദിച്ചു നോക്കുക. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കേട്ട ഉടനെ തന്നെ യാ അബീ, എന്റെ വാപ്പാ, അതെന്റെ പ്രിയപ്പെട്ട വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഓടുകയാണ്. മദീനയിലെ മസ്ജിദുൻ നബിയുടെ സമീപത്തിരിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ചെന്നുകൊണ്ട് അല്ലാഹുവേ, ഫാത്തിമ എന്ന പ്രിയപ്പെട്ട പൊന്നുമോളെ കരയുകയാണ്. ഫാത്തിമയുടെ കണ്ണ് നിറഞ്ഞപ്പോ പ്രവാചകന്റെ മനസ്സിന് സങ്കടം വരികയാണ്. എന്തിനാണ് നീ കരയുന്നത് ഫാത്തിമ? എന്തിനാണ് നീ കരയുന്നത് ഫാത്തിമ? ഇന്നവരെ ഒരാളോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് വിഷമത്തോടു കൂടെ ഇരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഫാത്തിമ എന്ന തങ്കക്കുടത്തിന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയപ്പോ പ്രവാചകന്റെ മനസ്സ് വേദനിക്കുന്നു. അല്ലാ, എന്തേ ഫാത്തിമ, നിനക്ക് വിഷമമുണ്ടോ? എന്തേ ഫാത്തിമ നീ കരയുന്നത് ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്ത് പറ്റി ബാപ്പാ? നിങ്ങൾ എന്തോ വലിയ സങ്കടത്തിലാണെന്ന് സ്വഹാബത്ത് പറഞ്ഞല്ലോ. സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് പെട്ടെന്ന് പള്ളിയിൽ പുറത്തേക്ക് വന്ന് തങ്ങൾ തനിച്ചിരുന്നത് എന്ന് ഈ സ്വഹാബത്ത് പറഞ്ഞല്ലോ ബാപ്പാ. അവിടുത്തെ മനസ്സിന് എന്തേ വിഷമം വന്നത്? അവിടുത്തെ മനസ്സിന് എന്തേ സങ്കടം നടന്നത്? അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയുന്ന, ഫാത്തിമ നീ കരയല്ല ഫാത്തിമ, ഞാൻ പറഞ്ഞു തരാ ഫാത്തിമ. ഒന്ന് കരയല്ല ഫാത്തിമ, ഒന്ന് കരയല്ല മോളെ, ഒന്ന് കരയല്ല മോളെ. ആ കണ്ണുനീര് തുടച്ചു കൊടുത്തുകൊണ്ട് മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറയാത്ത രഹസ്യത്തെ, മനസ്സിന്റെ അകത്ത് വെമ്പിൽ കൊള്ളുന്ന വിഷമത്തിന്റെ പ്രയാസത്തിന്റെ പർവ്വത സമാനമായ ദുഃഖഭാരങ്ങളെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറയാൻ സങ്കടപ്പെട്ട മുത്തുനബി, ഉമറുൽ ഖത്താബ് തങ്ങളോട് പറയാൻ സങ്കടപ്പെട്ട മുത്തുനബി, സയ്യിദ് ഇബ്നു ഹാരിഥ എന്ന പോറ്റുമകനോട് പറയാൻ വിഷമിച്ച മുത്തുനബി, ഫാത്തിമ എന്ന കരളിന്റെ കഷ്ണം മുത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് മക്കൺമീഴിയാലെ സുരലിതാ സൂററാണി ഫാത്തിമത്തു സുഹ്റാ മണിമുത്ത് റസൂലിലെ പൂമോളിലെ ഫാത്തിമ ബീവി, അഴകിലോ അഴകായി മാറിയ ഫാത്തിമ റളിയല്ലാഹു മുത്താറ്റൽ റസൂലിലെ കരളിൽ കഷ്ണം ഫാത്തിമ ബീവി, സ്വർഗീയ രാജകുമാരി ഫാത്തിമ റളിയല്ലാഹു സ്വർഗത്തിൽ ഒന്നിക്കാനായി വിധിയേകയിലാകെ സ്വർഗീയ പോകാവനോ തുറക്ക് അല്ലാഹ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ കണ്ണുനീര് തുടച്ചു കൊടുത്തുകൊണ്ട് പറയുന്ന, ഫാത്തിമ, ഈ മുത്തുനബിക്ക് വല്ലാത്ത സങ്കടം വരാൻ കാരണം എന്തെന്നറിയോ? ഈ മുത്തുനബിയുടെ മനസ്സ് വല്ലാതെ വേദനിക്കാൻ കാരണം എന്തെന്നറിയോ? മദീനയിലെ മസ്ജിദുൻ നബിയിൽ ഞാൻ സ്വഹാബത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ സമീപത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. മോളെ,
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മസ്ജിദുൻ നബിയിലേക്ക് ഇറങ്ങി വന്നിരുന്ന സ്ഥലം ഇന്നും എന്റെ പ്രിയപ്പെട്ടവർ മദീനയിലെ മസ്ജിദുൻ നബിയിൽ ചെന്നാൽ കാണാൻ കഴിയുന്നതാണ്. റൗളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പുറത്ത് നിന്ന് നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ ബാബു ജിബ്രീൽ എന്ന പേരുള്ള ചെറിയ ഒരു വട്ടക്കണ്ണി ചെറിയൊരു കവാടം നമുക്ക് മസ്ജിദുൻ നബിയിൽ കാണാം. ആ കവാടത്തിലൂടെയായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയുടെ സമീപത്തേക്ക് ഇറങ്ങി വന്നതെന്ന് ചരിത്രം പറയുകയാണ്. ഞാൻ ആ കവാടം കണ്ടതാണ്. മദീനത്ത് പോകുന്നവർ ആ കവാടം കാണണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിരുന്ന കവാടമാണ് പ്രിയപ്പെട്ടവരെ. പറഞ്ഞു വരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ സമീപത്തേക്ക് ഇറങ്ങി വന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് ചോദിച്ചു, നബിയേ, ആദ്യമായിട്ടല്ലല്ലോ നബിയേ ജിബ്രീൽ തങ്ങളുടെ സമീപത്തേക്ക് ഇറങ്ങി വരുന്നത്. എത്രയോ തവണ ജിബ്രീൽ തങ്ങളുടെ സമീപത്ത് വന്നതല്ലേ, എത്രയോ തവണ ഖുർആനിന്റെ ആയത്തുകൾ പറഞ്ഞു തന്നതല്ലേ തങ്ങളെ. സ്വർഗത്തിന്റെ നരകത്തിന്റെ ഖബറിന്റെ ഭയാനകമായ അദാബുകളെല്ലാം അല്ലാഹുവേ ജീവിതത്തിന്റെ വിജയത്തിനാവശ്യമായ കാര്യങ്ങളെല്ലാം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു തന്നിട്ടില്ലേ നബിയെ? പിന്നെ എന്തിനാണ് നബിയെ ആ മനസ്സിന്റെ വിഷമത്തിന്റെ സങ്കടത്തിന്റെ കനൽകട്ടകളുടെ ഒരു വാക്ക് ജിബ്രീൽ നിങ്ങളോട് പറഞ്ഞു പോയോ നബിയെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫാത്തിമ പലതവണ ജിബ്രീലിന്റെ സമീപത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വാക്കുകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സന്തോഷത്തിന്റെ, സങ്കടത്തിന്റെ, സഹതാപത്തിന്റെ, വിഷമങ്ങളുടെ, പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്യാനുള്ള മാർഗങ്ങളടക്കം പലതും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ബദറിന്റെ രണാങ്കണത്തിൽ ശത്രുക്കളുമായി പോരാട്ടം നടക്കുന്ന സമയത്ത് ഞാനിതാ വരുന്നു നബിയേ, ഞാനിതാ തങ്ങളെ സമീപത്തേക്ക് വരുന്ന നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്റെ കൂടെ നിന്നവനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല വന്നത് ഫാത്തിമ. ഒരു വല്ലാത്ത സങ്കടത്തിന്റെ, ഒരു വല്ലാത്ത വിഷമത്തിന്റെ, ഒരു വല്ലാത്ത പ്രയാസത്തിന്റെ, ഒരു വല്ലാത്ത പ്രതിസന്ധിയുടെ ആലോചിക്കുമ്പോ മനസ്സിന് ബേജാറാണ് ഫാത്തിമ, ആലോചിക്കുമ്പോ മനസ്സിന് സങ്കടമാണ് ഫാത്തിമ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് വന്ന സങ്കടത്തിന്റെ ഒരു കനൽ കഥ എന്നോട് പറഞ്ഞു പോയി ഫാത്തിമ. സ്വഹാബത്തെല്ലാം അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വെറുതെയല്ല പ്രവാചകന്റെ മനസ്സ് വേദനിച്ചത്. പറയുമോ തങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളോട് പറഞ്ഞ വിഷമത്തിന്റെ ആ കഥ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഫാത്തിമ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നുകൊണ്ട് മനസ്സിന്റെ അകത്തേക്ക് സങ്കടത്തിന്റെ കനൽകട്ടകൾ സമ്മാനിക്കുന്ന ആ വാക്ക് എന്നോട് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവേ, മനുഷ്യരെല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ പരലോകത്തേക്ക് മനുഷ്യരെ മാലാഖമാര് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് നമസ്കരിച്ചതും നോമ്പെടുത്തതും ഖുർആൻ ഓതിയതും റമദാനിലാവ് കേട്ടതും സദഖ കൊടുത്തതും സ്വലാത്ത് ചൊല്ലിയതും തലമറച്ചതും ജീവിതത്തിൽ ചെയ്തു പോയ നന്മകളെല്ലാം ഒരു തുലാസിലും തൂക്കം ചെയ്യുമ്പോ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, കണ്ടതും കേട്ടതും പറഞ്ഞതും ചിന്തിച്ചതും ചെയ്തു കൂട്ടിയതുമല്ല, എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളെ ഇടതുഭാഗത്ത് തുലാസിൽ തൂക്കം ചെയ്തു കഴിഞ്ഞാൽ ആരാണ് വിജയിച്ചവൻ? അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, പരാജയപ്പെട്ടവരെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഭയാനകമായ വിചാരണ നടക്കുന്ന ലോകമാണ് പരലോകം. ഉമ്മയും ബാപ്പയും തിരിച്ചറിയാത്ത ലോകമാണ്, മക്കളെ തിരിച്ചറിയാത്ത ലോകമാണ്. ചങ്കുപോലെ കൂടെ നിന്ന കട്ടക്ക് തോളത്ത് കൈയിട്ട് നടന്ന കൂട്ടുകാരെ, കൂട്ടുകുടുംബങ്ങളെ തിരിച്ചറിയാത്ത ലോകമാണ് പരലോകം സുഹാബ. ആ പരലോകത്തിൽ നിന്ന്, ഈ ദുന്യാവിൽ നിന്ന് ഒരു പെണ്ണ് പ്രസവിക്കുമ്പോ അനുഭവിക്കുന്ന വേദന എത്രയാണ്? ആ ദുന്യാവിൽ നിന്ന് വേദനയോടെ പ്രസവിച്ച ഉമ്മ നാളെ പരലോകത്ത് വെച്ച് 1000 മക്കളെ ഒന്നിച്ച് പ്രസവിച്ചാൽ
അറിയുമാനോ ആ പ്രസവത്തിന്റെ വേദന അവർ അറിയൂല. കാരണം എന്താണ്? അതിനേക്കാൾ വലിയ വേദനയാണ് പരലോകത്ത് സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയാതെ മനുഷ്യൻ അനുഭവിക്കുന്നത് എന്നാണ്. ഞങ്ങളെ കാക്കണം റബ്ബേ. മഹിഷറാമണ്ണിൽ എത്തും നേരത്തെ കൈവേടിയല്ലേ യാ നബി, മൗത്തിൻ നേരത്ത് ഉമ്മച്ചിയെന്നോ രത്തോരാണെന്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, പരലോകത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. മുത്തുനബിയുടെ ശഫാഅത്ത്, ആ പ്രവാചകന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ആ പ്രവാചകന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അശ്ശഫാഅത ഖബലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ യാ സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബതഹി വൽ ഹബീബിൽ അറബി. ആ ശഫാഅത്ത് വേണ്ടി പ്രാർത്ഥിക്കണം ചെറുപ്പക്കാരാ. ആ ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ നിരന്തരം സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഈ ഹൃദയത്തിന്റെ അകത്ത് മദീനക്ക് സ്ഥാനം കൊടുക്കണം പെങ്ങളെ. അല്ലാഹുവേ, പ്രവാചകനോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബീവിയോട് പറയുകയാണ്, അങ്ങനെ പരലോകത്തേക്ക് മനുഷ്യരെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന സമയമുണ്ടല്ലോ സ്വഹാബാ, ആ സമയത്താണ് അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തിന്റെ കവാടങ്ങളെ മാലാഖമാര് നരകത്തിന്റെ കവാടങ്ങളെ നരകത്തിന്റെ തീനാളങ്ങളെ പരലോകത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ഭയാനകമായ രംഗത്തെ കുറിച്ച് ജിബ്രീൽ എന്നോട് പറഞ്ഞു തന്നു. ഫാത്തിമ, കള്ളുകുടിയന്മാരെ വലിച്ചെറിയുന്ന നരകമുണ്ടല്ലോ, വ്യഭിചാരികളെ വലിച്ചെറിയുന്ന നരകമുണ്ടല്ലോ, തലമറക്കാത്ത പെണ്ണിനെ വലിച്ചെറിയുന്ന നരകമുണ്ടല്ലോ, ഭാര്യ വേദനിപ്പിച്ച ഭർത്താവിനെ വലിച്ചെറിയുന്ന നരകമില്ലേ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ജീവിക്കുന്ന പെണ്ണിനെ വലിച്ചെറിയുന്ന നരകമില്ലേ, ഉമ്മയെ ചീത്ത പറയുന്ന വാപ്പയെ ചീത്ത പറയുന്ന മക്കളെ വലിച്ചെറിയുന്ന നരകമില്ലേ. അല്ലാഹുവേ, അയൽവാസികളെ കുറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തുന്ന കുടുംബത്തോടെ പിണങ്ങിക്കഴിയുന്ന ഗൈബത്തും നമീമത്തും ഫസാദും മേഷണയും പരദൂഷണവുമായി കല്യാണം മുടക്കി പലിശ വാങ്ങി ഹറാമ് ചെയ്ത് ഹറാമിന്റെ സമ്പത്ത് കൊണ്ട് ജീവിച്ചുകൊണ്ട് അല്ലാഹുവിനെ പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങളോട് ദൂർത്തടിച്ച് തോന്നിവാസം ചെയ്ത് ജീവിക്കുന്ന ഹതഭാഗ്യവന്മാരെ വലിച്ചെറിയുന്ന നരകമുണ്ടല്ലോ സ്വഹാബാ. ഇല്ല, ഒരാളെയും രക്ഷപ്പെടൂല, വിചാരണ കൂടാതെ ഒരാളെയും രക്ഷപ്പെടൂല. അങ്ങനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഭയാനകമായ നരകമുണ്ടല്ലോ. പേടിയാകുന്നു നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതാണ് നബിയേ, പേടിയാണ് നബിയേ. ആ നരകം കാണുമ്പോ പേടിയാണ് നബിയേ. ആ നരകം കാണുമ്പോ മനസ്സിന്റെ അകത്ത് പേടിയാണ് നബിയേ. നരകത്തെ വലിച്ചു കൊണ്ടുവരികയാണ് പരലോകത്തേക്ക്. ഈ ഒരു ഭയാനകമായ രംഗത്തെ ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മലക്കല്ല സ്വഹാബ, ഒരു മലക്കല്ല നബിയേ, ഈ 70,000 മലക്കുകളാണ് നബിയേ. നരകത്തിന്റെ ഒരു ചെങ്ങലയെ, ആ ചെങ്ങലയിൽ 70,000 കണ്ണികളുണ്ട് നബിയേ. ഒരേ ഒരു ചെങ്ങലയിൽ 70,000 കണ്ണികളുണ്ട് നബിയേ.
ഓരോ കണ്ണിയിലും ചെങ്ങലയിലും 70,000 മലക്കുകളാണ് തങ്ങളെ. 70,000 മാലാഖമാര് ഓരോ കണ്ണിയിൽ പിടിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ 70,000 കണ്ണികളെ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഭയാനകമായ രംഗം. പരലോകം എങ്ങനെ ആടുമെന്നാണ്. നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന സമയം പരലോകം ഇങ്ങനെ ഭൂമി കുലുങ്ങും പോലെ നമ്മൾ അടങ്ങി നിൽക്കുന്ന വെള്ളത്തിലേക്ക് വലിയൊരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങനെ ഓളം ഓളം തള്ളിപ്പോകുന്നത് പോലെ നരകത്തെ പരലോകത്തേക്ക് വലിച്ചു കൊണ്ടുവരുമ്പോ പരലോകത്തുള്ള മനുഷ്യര് മുഴുവൻ ഓളം തള്ളിയിട്ട് മാറി നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ ഭയാനകമായ രംഗത്തെ കുറിച്ച് പറയുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി സ്വഹാബ. നരകത്തെയല്ല വലിച്ചു കൊണ്ടുവരുന്നത്, നരകത്തെയല്ല കൊണ്ടുവരുന്നത്. നരകത്തിന്റെ ഭയാനകമായ തീനാളങ്ങളിൽ നിന്ന് ഒരു തീനാളത്തെ മാത്രം, ഒരേ ഒരു ചെറിയ ഭാഗം മാത്രം പരലോകത്തേക്ക് കൊണ്ടുവന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. കള്ളുകുടിയന്മാരെവിടെ? റമദാൻ മാസം വന്നിട്ടും തറാവിയൊന്നുമില്ലാതെ നോമ്പില്ലാതെ ലഹരിയുടെ പിന്നാലെ അഡിക്റ്റായി ജീവിച്ച കള്ളുകുടിയന്മാരെവിടെ? റമദാൻ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടും തൗബ ചെയ്യാതെ, ചെയ്തു പോയ പാപക്കറകളിൽ നിന്ന് തൗബ ചെയ്യാതെ പടച്ചു തമ്പുരാനെ ധിക്കരിച്ചുകൊണ്ട് നടന്ന് ഈമാനില്ലാതെ മരണപ്പെട്ടു പോയവരെവിടെ? ഹറാം ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയവരെ, അവരെ കാത്തിരിക്കുകയാണ് പരലോകത്ത് ജഹന്നമെന്ന ഭയാനകമായ നരകൻ നബിയെ. ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത് മലക്കുകളാണ്. മുന്നിൽ നിൽക്കുന്നത് നരകത്തിന്റെ കമാൻഡറായ മാലിക് അലൈഹിസ്സലാം. ചിരിക്കാത്ത മലക്കല്ലേ മാലിക് അലൈഹിസ്സലാം, ചിരിക്കാത്ത മലക്കല്ലേ മാലിക് അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇസ്രാ മിറാജിന്റെ യാത്ര ഞാൻ നടത്തുന്ന സമയത്ത് ആ ഇസ്രാ മിറാജിന്റെ യാത്രയിൽ എന്നെ സ്വീകരിക്കാൻ ഒരുപാട് മലക്കുകൾ വന്നല്ലോ. പക്ഷേ ഒരു മലക്ക് മാത്രം എന്നോട് പുഞ്ചിരിച്ചിട്ടില്ല സ്വഹാബ. ആ മലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. എന്തോ കണ്ട് പേടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ചോദിച്ചു, ജിബ്രീലേ, ഏതാണ് ആ മലക്ക്? ജിബ്രീലേ, നിങ്ങളൊക്കെ പുഞ്ചിരിയോടെ എന്റെ സമീപത്ത് വരുമ്പോ ഈ കാണുന്ന പ്രവാചകന്മാരും മാലാഖമാരും ഇസ്രാ മിറാജിന്റെ യാത്രക്കിടയിലെ എന്നെ സ്വീകരിക്കാൻ വേണ്ടി എന്റെ സമീപത്ത് വന്നതല്ലേ ജിബ്രീലേ? പക്ഷേ എന്നോടൊരു പുഞ്ചിരി പോലും സമ്മാനിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ആ മലക്ക് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ, ആ മലക്ക് ചിരിക്കൂല നബിയേ. ആ മലക്കിന് ചിരി എന്താണെന്ന് അറിയൂല നബിയേ. ആ മലക്ക് ആരെന്നറിയോ? അല്ലാഹുവിന്റെ ഭയാനകമായ കത്തിയാണെന്ന നരകത്തിന്റെ കമാൻഡറാണ് മഹാനായ മാലിക് അലൈഹിസ്സലാം. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഒന്ന് ചിരിച്ചൂടെ മാലിക്കേ, ഒന്ന് ചിരിച്ചൂടെ മാലിക്കേ, ഒന്ന് ചിരിച്ചൂടെ മാലിക്കേ. ആ മുഖത്തിന്റെ ഗൗരവം എന്താണ്? ഒന്ന് പുഞ്ചിരിച്ചൂടെ മാലിക്കേ. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ, ഞാൻ ചിരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നബിയേ, ഞാൻ ചിരിച്ചിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു തങ്ങളെ. സന്തോഷത്തിന്റെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അല്ലാഹു എനിക്ക് നരകം ഏൽപ്പിച്ചു തന്നത്. ആ നരകം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നരകത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ കണ്ടത് നബിയേ. നരകത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ കണ്ടത് നബിയേ. ആ കണ്ട സമയം മുതൽ പിന്നെ ഇതുവരെ മാലിക് ചിരിച്ചിട്ടില്ല തങ്ങളെ. ഞാൻ മറന്നുപോയി നബിയേ, ചിരി എന്താണെന്ന് ഞാൻ മറന്നുപോയി നബിയേ. എന്റെ ജീവിതത്തിൽ ഇനി എനിക്ക് സന്തോഷമില്ല നബിയേ. കാരണം നരകത്തിന്റെ കത്തിയാളുന്ന തീയാണങ്ങളെ കാണുമ്പോ വല്ലാത്ത പേടിയാണ്. ഇത് പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്ത് വന്ന് നരകം കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതാണെങ്കിൽ ആ കത്തിയാളുന്ന നരകത്തെ കുറിച്ച് ജിബ്രീൽ വന്ന് പറഞ്ഞപ്പോ പ്രവാചകന്റെ മനസ്സിൽ സങ്കടം വന്നു പോയി. അല്ലാഹ്, ആ
നരകത്തിൽ കത്തിക്കുന്നത് പച്ച മനുഷ്യരാണ്. ആ നരകത്തിൽ കത്തിക്കുന്നത് പാറക്കല്ലുകളാണ്. ആ നരകത്തിൽ കത്തിക്കുന്നത് മനുഷ്യ ശരീരങ്ങളാണ് നബിയെ. ഇത് കേട്ട സമയത്ത് ഞാൻ ചോദിച്ചു, ജിബ്രീലേ, എന്റെ ഉമ്മത്താ വിഭാഗത്തിലുണ്ടോ നബിയെ? എന്റെ ഉമ്മത്താ നരകത്തിലുണ്ടോ ജിബ്രീലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തലയൊന്ന് കുനിച്ചുപോയി. സുഹാബാ, അതിന്റെ അർത്ഥം എന്താണ്? തെറ്റ് ചെയ്ത തെമ്മാടികളെ, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയവർ അതിൽ ഉണ്ട് എന്നാണ് ആ തലകുനിക്കലിന്റെ അർത്ഥം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റമദാനിലാവിന്റെ സമയമാകുമ്പോഴേക്ക് 2 മണിയാകുമ്പോ കാത്തിരുന്ന് പ്രഭാഷണം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ ഭയാനകമായ പരലോകത്ത് നരകത്തിന്റെ അദാബ് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോ ആ പ്രവാചകന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തിയത് എന്തുകൊണ്ടെന്നറിയോ? ആ പ്രവാചകന്റെ മനസ്സിന് ആരോടും മിണ്ടാതെ, ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, സന്തോഷമില്ലാതെ, ഒരു ആഹ്ലാദമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് കരയാൻ മാത്രം കാരണം എന്തെന്നറിയോ? ആ നരകത്തിന്റെ ഭയാനകമായ അനുഭവങ്ങളാണ്. ആ നരകത്തിന്റെ ഭയാനകമായ അത്ഭുതങ്ങളെ കേട്ടത് കൊണ്ടാണ്. മുത്തു റസൂലുള്ള സ്വർഗത്തിന്റെ രാജകുമാരനല്ലേ? ഒരിക്കലും നരകത്തിൽ കടക്കാത്ത നമ്മുടെ പുന്നാര ഹബീബ് നരകത്തെ കുറിച്ച് കേട്ടപ്പോ കരഞ്ഞത് എന്തിനാണ്? നമ്മെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. നമ്മൾ ആ നരകത്തിൽ വീഴുമോ എന്ന പേടി കൊണ്ടാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നരകം നീ ഹറാമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ നരകം ഹറാമാക്കണമല്ലാ. നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാനുള്ള ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറഞ്ഞു തരും അവസാനം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എല്ലാവരും ആ നരകത്തിൽ പെടുവോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ, തൗബ ചെയ്തവർ രക്ഷപ്പെടും. തൗബ ചെയ്തവർ രക്ഷപ്പെടും. എങ്ങനെ തൗബ ചെയ്യണം? അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഒരു ഗ്ലാസ് കള്ളിങ്ങനെ കുടിക്കാം, എന്നിട്ട് ഇവിടുന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. രണ്ടാമത്തെ ഗ്ലാസ് കുടിക്കാം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അങ്ങനെ തൗബ ചെയ്താൽ പൊരുത്തപ്പെടൂല. തൗബക്ക് ചില നിയമങ്ങളുണ്ട്. തൗബക്ക് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് തൗബ ചെയ്തവരാരാ? അവരെ നരകത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. നമുക്കറിയില്ല നമ്മൾ എവിടെയാണെന്ന്, സ്വർഗത്തിലാണോ നരകത്തിലാണോ. അള്ളാഹു നമ്മെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ പുന്നാര ഉമ്മക്ക്, നമ്മുടെ വാപ്പക്ക്, നമ്മുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ ചെയ്യണം മോനെ എന്ന് നമ്മെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, അല്ലാഹ് എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അവ തൗബ ചെയ്തവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അതിനെന്ത് വേണം? മനസ്സറിഞ്ഞ് നമ്മൾ തൗബ ചെയ്യണം. മനസ്സറിഞ്ഞ് തൗബ ചെയ്യണം. തൗബയുടെ കവാടങ്ങൾ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ഈ ഹദീസ്, ഈ ചരിത്രം ഞാൻ പറഞ്ഞത് എന്തെന്തിനാ? പല ആളുകളും പറയും തൗബയല്ലേ, അടുത്ത റമദാനിൽ നോക്കാം, ഈ റമദാനിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ലേ, അങ്ങനെ പോട്ടെ. അങ്ങനെയല്ല, നമ്മൾ ഇന്ന് തുടങ്ങണം. അതുകൊണ്ടല്ലേ ഇന്നലെ നമ്മൾ തൗബ ചൊല്ലി, 21 രാവിൽ നമ്മൾ തൗബ ചൊല്ലി. തൗബ ചൊല്ലണം. നമ്മൾ തൗബ ചൊല്ലിയിട്ട് മനസ്സിലുള്ള പാപക്കറകളെ കഴുകിയെടുക്കണം. നമ്മൾ കഴുകിയെടുക്കണം. അങ്ങനത്തെ വിജയിച്ചവരായി മാറണം നമ്മൾ. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പ്രവാചകന്റെ മനസ്സിന് സങ്കടം വന്ന ഭയാനകമായ ഈ നരകത്തിന്റെ അദാബിൽ അവർ കുടുങ്ങിപ്പോകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർത്തിരമ്പി വരുന്ന നരകം, ആർത്തിരമ്പി വരുന്ന തിരമാലകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിന്റെ അകത്ത് ചെറിയൊരു പേടി വരും, അല്ലേ? ഒരു കൗതുകം വരും. പക്ഷേ ഇത് തീനാളങ്ങൾ ഇങ്ങനെ തിരമാലയെ പോലെ ആർത്തിരമ്പി വളരെ ഘോരമായ ശബ്ദത്തോടു കൂടിയാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത്. നരകത്തെ പരലോകത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്ന സമയം പരലോകം ഇങ്ങനെ അമ്മാനമാടുമെന്നാണ്, ഭൂമി കുലുങ്ങുന്നത് പോലെ ആടുമെന്നാണ്. വെള്ളത്തിലേക്ക് കല്ലെറിയുമ്പോ വെള്ളം ഓളം തള്ളി പോകുന്നത് പോലെ മലക്കുകളും മനുഷ്യർക്ക് മാറി നിൽക്കുമെന്നാണ്. കാരണം അതിന്റെ ചൂട് സഹിക്കാൻ കഴിയൂല. എന്നാലും എത്രയോ കിലോമീറ്ററുകൾ അകലെയാണ്, എത്രയോ കിലോമീറ്ററുകൾ അകലെയാണ് ആ നരകത്ത് കൊണ്ടുവെക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണം അല്ലാഹ്. അതുകൊണ്ടാണ് തൗബ ചെയ്യണം. നമ്മളെ മനസ്സറിഞ്ഞ് റബ്ബിനോട് തൗബ ചെയ്യണം. നമ്മള് തൗബ ചെയ്യുന്നവരാരാണ്?
അവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആര് തൗബ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. ആര് തൗബ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വഇനിസ്തഗ്ഫിറൂ റബ്ബകും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബീ റഹീമുൻ വദൂദ്. ഞാൻ കൊടുത്ത കണ്ണുകൊണ്ട് അവർ ഹറാം കണ്ടിട്ടുണ്ട്. അവര് ചോദിക്കാതെ ഞാൻ അവർക്ക് നാവ് കൊടുത്തു നബിയേ. ആ നാവ് കൊണ്ടവരെ കളവ് പറഞ്ഞില്ലേ നബിയേ. എത്ര ആളുകളുണ്ട് ഹൃദയമില്ലാത്തവര്. അവര് ചോദിക്കാതെ ഞാൻ ഹൃദയം സമ്മാനമായി കൊടുത്തല്ലോ, എന്നിട്ട് പോലും അവരെനിക്ക് ധിക്കാരം കാണിച്ചില്ല നബിയേ. എത്രയോ വെള്ളങ്ങൾ കുടിക്കാനുള്ള ജ്യൂസുകൾ, ഭക്ഷണങ്ങൾ, ഫലങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഹറാമ കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞു, കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞ്, ലഹരി ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും അവർ ഉപയോഗിച്ചില്ലേ നബിയേ. അവന് ജീവിക്കാനുള്ള സമ്പത്ത് ഞാൻ കൊടുത്തു. മറ്റുള്ളവന്റെ സമ്പത്ത് വെട്ടിപ്പിടിക്കരുത്, കട്ടെടുക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അവർ കട്ടെടുത്തില്ലേ നബിയെ. പലിശ വാങ്ങരുതെന്ന് പറഞ്ഞു, പലിശ കൊടുക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അവരത് ചെയ്തില്ലേ തങ്ങളെ. മറ്റുള്ളവന്റെ ഗീബത്തും നമീമത്തും ഫസാദും നിങ്ങൾ പറയരുതേ എന്ന് എത്ര തവണയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും അവരെ ചെയ്തു പോയില്ല നബിയേ. വഇനിസ്തഗ്ഫിറൂ റബ്ബകും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബീ റഹീമുൻ വദൂദ്. എവറസ്റ്റ് കൊടിമുടിയേക്കാൾ ഏറ്റവും വലിയ പർവ്വത സമാനമായ തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ ചെയ്താലോ മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്നവർ ആരാണ്? വഇനിസ്തഗ്ഫിറൂ റബ്ബകും, അവരെ റബ്ബ് അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ തയ്യാറാണ് നബിയേ. തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ. നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി, വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി, ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് യജമാനനായ റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണേ. നിങ്ങൾ ആര് കുറ്റപ്പെടുത്തട്ടെ, നിങ്ങൾ ആര് ഒറ്റപ്പെടുത്തട്ടെ, നിങ്ങൾ കള്ളുകുടിയനാണ്, നിങ്ങൾ വ്യഭിചാരിയാണ്, നിങ്ങൾ പലിശക്കാരനാണ്, നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ് ആര് നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലോ നിങ്ങളെ സങ്കടപ്പെടേണ്ട. അല്ലാഹു നിങ്ങളെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹു എന്റെയും നിങ്ങളുടെയും കൂടെയുണ്ട്. നമ്മൾ റബ്ബിലേക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവർക്കൊക്കെ അല്ലാഹു കൊടുത്തോളൂ. നമ്മൾ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുക. യജമാനനായ റബ്ബിലേക്ക് നമ്മൾ മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ പാപക്കറകൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇന്ന റബ്ബീ റഹീം. അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു കരുണ ചൊരിയുന്നവനാണ്, അല്ലാഹു റഹ്മത്ത് കൊടുക്കുന്നവനാണ്. എത്ര ധിക്കാരം നമ്മൾ തിരിച്ചു കാട്ടിയാലോ ഒരു നേരത്തെ അന്നം പോലും പടച്ചതും മുടക്കാത്തവനാണ്. ആലോചിക്കും മുഅ്മിനേ, എത്ര ഹറാമുകൾ കണ്ണുകൊണ്ട് കണ്ടുപോയി. ഒരു നേരമെങ്കിലും നമ്മുടെ കണ്ണിന്റെ കാഴ്ച ഒരു ദിവസമെങ്കിലും അല്ലാഹു എടുത്തു കളഞ്ഞിട്ടുണ്ടോ? എത്ര ഹറാമുകൾ നമ്മൾ പറഞ്ഞു പോയില്ലേ. എത്ര തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ട് പോലും ഒരു ദിവസത്തെ ഭക്ഷണം പോലും അല്ലാഹു നമുക്ക് മുടക്കിയിട്ടില്ല. ഒരു ദിവസത്തെ വെള്ളം പോലും അല്ലാഹു നമുക്ക് മുടക്കിയിട്ടില്ല. ഒരു ദിവസം അല്ലാഹു നമ്മെ പട്ടിണിക്കിട്ടിട്ടില്ലല്ലോ. അല്ലാഹുവേ, അവൻ നമ്മോട് കാണിക്കുന്ന കാരുണ്യം എത്രയാണ്. പരിശുദ്ധമായ ശഹ്റു റമളാൻ. പാപങ്ങൾ ഓരോന്നെണ്ണി പറഞ്ഞ് പടച്ച റബ്ബിലേക്ക് മടങ്ങേണ്ട നാളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നോട് തൗബ ചെയ്യുന്നവരെവിടെ? എന്നോട് മാപ്പ് ചോദിക്കുന്നവരെവിടെ? അവർക്ക് ഞാൻ പൊരുത്തു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അല്ലാഹു അടിമകളിലേക്ക് പാപമോചനത്തിന് വേണ്ടി ക്ഷണിക്കുന്ന രാവുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണം. ശറഫുല്ല റമളാനിൻ റമളാനിൽ സുദിനങ്ങളാണല്ലോ
ഷഹ്റായ റമളാനിൻ നിമിഷങ്ങളാണല്ലോ. സ്വർഗത്തിൽ ബാബുകൾ ഫത്ഹാക്കും രാവല്ലേ, നരകത്തിൽ ബാബുകൾ പൂട്ടുന്ന ദിനമല്ലേ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. തൗബയിലേക്ക്, തൗബ ചെയ്യുമ്പോൾ, അപ്പം തൗബ ചെയ്യണമെന്ന് നമുക്കൊന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇനി തൗബ ചെയ്യുമ്പോൾ എങ്ങനെ തൗബ ചെയ്യണം? തൗബക്ക് 4 ഷർത്തുകളുണ്ട്. എങ്ങനെയെങ്കിലും തൗബ ചെയ്താൽ പോരാ. തൗബ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ചരിത്രം സഹിതം നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യും. ഇന്നലെ 23-ാം രാവിലെ ധാരാളം ആളുകൾ മജ്ലിസിലുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ഉസ്താദിൻ്റെ റമളാൻ പ്രഭാഷണം എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. ഉസ്താദ് ദുആ ചെയ്യണം. മംഗലാപുരത്ത് നിന്നാണ്. അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് കബൂൽ ചെയ്യണം റഹ്മാനെ. എനിക്ക് ഒരു വീട് ആവാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം എന്ന് പറഞ്ഞൊരു സഹോദരൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ഒരു അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് ഇനി ഖൈറായ വീട് കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. ധാരാളം ആളുകൾ, ഇന്നലെയും ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു. പയ്യനാട് നിന്ന് ഒരു സഹോദരി ഉസ്താദെ, എൻ്റെ സഹോദരൻ്റെ മോന് മരണപ്പെട്ടു, കൂടെയുള്ള മക്കൾക്ക് റാഹത്തും സമാധാനം കിട്ടണം, ആ കുടുംബത്തിന് സമാധാനം കിട്ടണമെന്ന് പറഞ്ഞ് പയ്യനാട് നിന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹ് മരണപ്പെട്ടു പോയ ആ മോൻ്റെ ഖബറിനെ സ്വർഗമാക്കണേ അള്ളാഹ്, കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അള്ളാഹ്, കൂടെയുള്ളവർക്ക് നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, കൂടെയുള്ളവരുടെ രോഗങ്ങളൊക്കെ നീ ഷിഫിയാക്കണം അള്ളാഹ്. താമരശ്ശേരിയിൽ നിന്ന് ഹക്കീം എന്ന് പറയുന്ന കൂട്ടുകാരൻ ഇന്നലെ വിളിച്ചിരുന്നു. സദേ ഭാര്യയ്ക്ക് സുഖമില്ല, ദുആ ചെയ്യുമെന്ന് പറഞ്ഞ് അള്ളാഹ് നീ സുഖപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. റമളാൻ നിലാവ് നിത്യമായി കാണുന്ന കുടുംബമാണ് അള്ളാഹ്, കുടുംബത്തിൻ്റെ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. പയ്യനാട് താമരശ്ശേരി പയ്യനാട് അങ്ങനെ ഒരു സ്ഥലം, ഇരട്ട കുട്ടികളായിരുന്നു, ക്യാൻസറായിരുന്നു ഉസ്താദെ, രോഗം. റമീസ് എന്ന് വരുന്ന 19 വയസ്സുള്ള മോൻ, അള്ളാഹ് നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അള്ളാഹ്. നാളെ സ്വർഗീയ ലോകത്ത് ആ മക്കൾ മാതാപിതാക്കളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു സൗഭാഗ്യം അള്ളാഹു അവർ ആ കുടുംബത്തിന് കൊടുക്കണേ അള്ളാഹ്. മുക്കം തേക്കുംകുറ്റിയിൽ നിന്ന് വിളിച്ചിരുന്നു, മോക്ക് സുഖമല്ല ഉസ്താദെ ദുആ ചെയ്യണം അള്ളാഹുവേ, നീ സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാൻ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണം. എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാനും ആയുസ്സും ആരോഗ്യം ഉണ്ടാവാനും ദുആ വസിയത്തോടെ ചെറുപ്പശ്ശേരിയിൽ നിന്ന് നസീറ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. അഡ്മിന്മാരോട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അള്ളാഹുവേ അവരുടെ എല്ലാ കാര്യങ്ങളും നീ റാഹത്താക്കി കൊടുക്കണം റഹ്മാനെ, ഭർത്താവിന് റാഹത്ത് കൊടുക്കണമല്ല, കടം വീടാനും മക്കളെ സ്വാലിഹീങ്ങളാവാൻ ദുആ ചെയ്യാനും ഉസ്താദെ അള്ളാഹുവിനെ കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കണം റഹ്മാനെ. കുളപ്പുറത്ത് നിന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച് അള്ളാഹുവിനെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ, റാഹത്താക്കി കൊടുക്കട്ടെ. ഉസ്താദെ എൻ്റെ പേര് ബുഷ്റ, എൻ്റെ സഹോദരൻ്റെ മോനെ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. മരിച്ച കുട്ടിയുടെ കൂടെയുള്ള കുട്ടി വളരെ വിഷമത്തിലാണ്. മരിച്ച കുട്ടിയുടെ പരലോക ഗുണത്തിനും കൂടെയുള്ള കുട്ടിയുടെ സമാധാനത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം അല്ലാഹ്, നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്, ഖൈറാക്കി കൊടുക്കണേ അല്ലാഹ്. ഉസ്താദെ ഞങ്ങൾ ഉസ്താദിൻ്റെ പ്രഭാഷണം കുടുംബസമേതം കാണാറുണ്ട്. ഇപ്പോൾ ഉസ്താദിൻ്റെ തൗബയും കണ്ടു, ഇന്നലത്തെ പ്രോഗ്രാമാണ്. ഉസ്താദിൻ്റെ കുടുംബത്തിനും ഭാര്യയ്ക്കും വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യും, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. റിയാസ് പൂക്കോട്, അള്ളാഹ് കുടുംബത്തിന്, റിയാസ് ഖാൻ്റെ കുടുംബത്തിന് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ഖൈർ നൽകണേ അല്ലാഹ്. കാസർഗോഡ് നീലേശ്വരം സിയാറത്തും കരയുള്ള ഒരുപാട് ആളുകളുണ്ട് അവിടെ, സിയാറത്തും കരയിലെ കൂട്ടുകാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളെ അബ്ദുൽ ലത്തീഫ് എൻ്റെ വാപ്പ ഈ ലോകത്തോട് വരെ പറഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷമാകുകയാണ്. ലത്തീഫ് ഖാൻ്റെ വാപ്പ എൻ്റെ ആണ്ടാണ്. അള്ളാഹ് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ചെരിപ്പൂർ അൽ ബിലാൽ സ്ഥാപകനും പെരിഞ്ഞണം ജാമിയ മഹ്മൂദിയ പ്രസിഡന്റുമായ മാഷാ അല്ലാഹ് വലിയ പണ്ഡിതനായ ശൈഖുന KV അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജനി വർദ്ധിപ്പിക്കണം റഹ്മാനെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു അവിടുത്തെ ഖബറിനെ സ്വർഗമാക്കണമല്ല, അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ച് അവരുടെയൊക്കെ കൂടെ നാളെ സ്വർഗീയ ലോകത്ത് ഞങ്ങളെ നീ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണമല്ല. സമസ്ത പട്ടാമ്പി താലൂക്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു മഹാനവറുകൾ, അള്ളാഹു അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഇവിടെ റൂമിലുള്ള കുറച്ച് പേർക്ക് പനിയും തലവേദനയാണ് ഉസ്താദെ, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ റഫീഖ് സാലി, അള്ളാഹ് നീ പരിപൂർണമായി ഷിഫയാക്കണം റഹ്മാൻ. റഫീഖ് സാലി എപ്പോഴും മെസ്സേജ് അയക്കുന്ന കൂട്ടുകാരനാണ്, അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ. റൂമിലുള്ള എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു സമാധാനം കൊടുക്കട്ടെ, പെട്ടെന്ന് ശിഫ കൊടുക്കട്ടെ, റാഹത്ത് കൊടുക്കട്ടെ, ഖൈർ കൊടുക്കട്ടെ. ചെറുകുന്ന സക്കരിയക്ക കാല് മുറിവ് പറ്റിയിരുന്നു ഉസ്താദെ, ഇപ്പോൾ സുഖമുണ്ട്, പരിപൂർണമായി മാറണം അള്ളാഹ്. സക്കരിയക്കാൻ്റെ കാലിൻ്റെ സുഖം നീ പരിപൂർണമായി ശിഫ കൊടുക്കണം റഹ്മാനെ. കണ്ണൂർ നാണിയൂർ കമ്പലത്തിൽ നിന്ന് റമളാൻ നിലാവ് കാണാറുണ്ട്. അബ്ദുസലാം
വിളിച്ചിരുന്നു. പേരക്കുട്ടി ഹോസ്പിറ്റലാണ് ഉസ്താദ്, ദുആ ചെയ്യണം. മോന് മദീനത്താണുള്ളത്, ദുആ ചെയ്യണം. കുടുംബത്തിന് സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യണം. മരണപ്പെട്ട എൻ്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി മറ്റൊരാൾ. ചുങ്കത്തറയിൽ നിന്നൊരു സഹോദരൻ വിളിച്ചിരുന്നു, ഉസ്താദെ സിഹ്ർ കാരണം വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഉസ്താദ് ദുആ ചെയ്യണം. റമദാൻ നിലാവ് കാണാറുണ്ട്, മജ്ലിസ് കാണാറുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണം റഹ്മാനെ, സിഹ്റൊക്കെ നീ ബാത്തിലാക്കണം അല്ലാ. അങ്ങനെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങൾ അയച്ചതൊക്കെ ഇൻഷാ അല്ലാ ഇന്ന് വായിച്ചിട്ടില്ലെങ്കിൽ നാളത്തെ സദസ്സിലും നമ്മൾ വായിക്കും ഇൻഷാ അല്ലാ. അഡ്മിന്മാർക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതൊക്കെ അഡ്മിന്മാർ കൃത്യമായി നമുക്കത് എത്തിച്ചു തരുന്നുണ്ട്. എല്ലാവർക്കും ദുആ ചെയ്യും. അഥവാ പേര് പറയാനോ ദുആ ചെയ്യാനോ വിട്ടുപോയാൽ നിങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുക. കാരണം ഈ വിഷയം നോക്കലും ഈ വിഷയങ്ങളൊക്കെ തെർത്തീബാക്കി എഴുതിയെടുക്കലൊക്കെ തിരക്കാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ വിട്ടുപോകും. അറിയാതെ മാത്രമാണ് വിട്ടുപോകുന്നത്. അപ്പോൾ അഥവാ അറിയാതെ വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങൾ വിഷമൊന്നും കരുതരുത്. എല്ലാവർക്കും ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഇവിടെ എത്തിച്ചു തരണം, അത് അറിയിച്ചു തരണം. മെസ്സേജിലൂടെ ഇൻഷാ അല്ലാ നിങ്ങളത് അറിയിച്ചു തരണം. അള്ളാഹുവിനെ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നീ കബൂലാക്കണേ അല്ലാ. ഒരു 3 സ്വലാത്തിയിൽ ഇൻഷാ അല്ലാ നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. പരിശുദ്ധമായ റമദാൻ അല്ലാഹ് പൊരുത്തപ്പെടുന്ന ഭാഗ്യമാണ്. ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഖൈറിലാക്കണേ റഹ്മാനെ. 10 പിരിയത്തെ ഖാദർ സാധേ പ്രത്യേകം ദുആ ചെയ്യണം. മോനെ സുഖമാവാൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവെ നീ റാഹത്ത് കൊടുക്കണം റഹ്മാനെ, നീ പരിപൂർണ്ണ ശിഫ കൊടുക്കണം റഹ്മാനെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പല ആളുകളും രോഗികളുണ്ട്. കുന്നത്തെ ഉമ്മ എപ്പോഴും ദുആ ചെയ്യാൻ പറയും. ഒരുപാട് ആളുകൾ എപ്പോഴും ദുആ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ അല്ലാ. അസ്സലാത്തു അലൻ നബി والسلام على الرسول الشافي الأبطاهي والحبيب العربي الصلاة على النبي والسلام على الرسول الشافي الأبطاهي والحبيب العربي. ലൈവിലുള്ള ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് യാ ഖുതുബൽ ആലം യാ സിയം വലിയല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ റമദാൻ നിലാവ് 22 ദിവസം കഴിഞ്ഞ് 23ാമത്തെ സദസ്സാണ്. കഴിഞ്ഞ എല്ലാ മജ്ലിസുകളും നീ സ്വീകരിക്കണമല്ലാ. ആ മജ്ലിസിലൊക്കെ പങ്കെടുത്തവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഇന്നത്തെ മജ്ലിസും ഇതിൽ പങ്കെടുത്തവർക്കും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവർക്കും ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും എല്ലാമായ അഡ്മിന്മാർക്കടക്കം എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണമല്ലാ. ഖൈർ കൊടുക്കണേ അല്ലാ, റഹ്മത്ത് കൊടുക്കണം അല്ലാ, നിഅമത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ തെറ്റോടുകൂടി ഞങ്ങളെ നീ ഖബറിലേക്ക് പറഞ്ഞു വിടല്ലേ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ലാതെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഖബർ കേൾക്കുമ്പോൾ പേടിയാണ്, നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ പേടിയാണ്. എന്നാലും ഞങ്ങൾ ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങളുണ്ട്. പരിശുദ്ധ റമദാനിന്റെ ബറക്കത്ത് കൊണ്ടല്ല ഞങ്ങൾക്ക് നീ പുറത്തു തരണമല്ലാ. അല്ലാഹുവേ ദുആ ചെയ്യാൻ വേണ്ടി എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അവരൊക്കെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. അവരൊക്കെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ ചെറുതും വലുതുമായ രോഗങ്ങളൊക്കെ ശിഫയാക്കണം റഹ്മാനെ. തലവേദന വന്ന് പനി പിടിച്ചുകൊണ്ട് സുഖമില്ലാതെ കിടക്കുന്നവർ അല്ലാ നീ ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങളെ പ്രവാസികൾക്ക് റാഹത്ത് കൊടുക്കണമല്ലാ, സന്തോഷം കൊടുക്കണമല്ലാ, ഖൈർ കൊടുക്കണേ റഹ്മാനെ. റഹ്മത്ത് കൊടുക്കണമല്ലാ, നിഅമത്ത് കൊടുക്കണമല്ലാ. ഞങ്ങളെ പ്രവാസികളെ കാക്കണം റബ്ബേ. അവരെ എല്ലാ വിഷമങ്ങളും റമദാന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ പലരും റൂമിലിരിക്കുന്നുണ്ട് അല്ലാ. അവർക്കൊക്കെ നീ റാഹത്തുള്ള ജോലി കൊടുക്കണേ റഹ്മാനെ. ഉള്ള ജോലിയിൽ സ്ഥിരതയും ശമ്പളത്തിൽ ബറക്കത്തും കൊടുക്കണേ റബ്ബേ. നിരീക്ഷണത്തിൽ കഴിയുന്നവരുണ്ട്, സുഖം കൊടുക്കണമല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പ്രവാസികൾക്ക് നീ ബറക്കത്ത് കൊടുക്കണമല്ലാ. അവരെ കുടുംബങ്ങൾക്ക് നീ റാഹത്ത് കൊടുക്കണമല്ലാ. ഞങ്ങളെ നാട്ടിൽ
നാടുകളിലും എത്രയോ സാധുക്കളായ ആളുകളുണ്ട് റബ്ബേ. ജോലിയില്ലാതെ, ജോലിക്ക് പോവാൻ കഴിയാതെ എല്ലാ ഏർപ്പാടുകളും നിന്നിരിക്കുകയാണ്. അല്ലാ, അവർക്കൊക്കെ നീ റഹ്മത്തിന്റെ വഴി തുറന്നു തരണമല്ല, ഖൈറിന്റെ വഴി തുറന്നു കൊടുക്കണമല്ല. ഞങ്ങളെ പാവങ്ങളായ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകുടുംബങ്ങളെ അവർക്ക് നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, സന്തോഷം നൽകണം റബ്ബേ. ഞങ്ങളെ കുടുംബത്തിന് നീ ബറക്കത്ത് നൽകണമല്ല, ഞങ്ങളെ ഭാര്യമാർക്ക് ബറക്കത്ത് നൽകണമല്ല, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ബറക്കത്ത് നൽകണമല്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് റാഹത്ത് കൊടുക്കണമല്ല, നാട്ടിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് റാഹത്ത് കൊടുക്കണമല്ല. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, ഞങ്ങളെ വസ്ത്രം വലക്കുന്ന, ഞങ്ങളെ വിഷമങ്ങളിലെല്ലാം പങ്കാളികളാകുന്ന, ഞങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായി ഞങ്ങളെ ഭാര്യമാരെ, ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കള്, അല്ലാ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, റാഹത്ത് കൊടുക്കണമല്ല. സർവ്വ വിഷമങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക റബ്ബേ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. വിവാഹം ശരിയാവാത്തവരുടെ വിവാഹം നീ ശരിപ്പെടുത്തണം അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ, ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണം റഹ്മാനെ. മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കണമല്ല, സിഹ്ർ ബാത്തിലാക്കണമല്ല, കണ്ണേർ ബാത്തിലാക്കണമല്ല. ഒരു ഷർറും ഞങ്ങളിലേക്ക് ഏൽപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, എത്രയോ ആളുകൾ രോഗം കാരണം ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് സുഖമില്ലാതെ കിടക്കുന്ന തഞ്ചേരിൽ ഞങ്ങളെ സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള, സുലൈഖ് ഉസ്താദ് അടക്കമുള്ള എത്രയോ ആളുകൾ അല്ലാ രോഗികളാണ്. ഉസ്താദേ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണമല്ലാ. അല്ലാഹുവേ, റമളാൻ 1 മുതൽ തുടങ്ങിയ റമളാൻ നിലാവിന്റെ സദസ്സ് ഉസ്താദേ ഞങ്ങൾ കാണാറുണ്ട് ഉസ്താദേ, കുടുംബസമേതം ഞങ്ങൾ കാണാറുണ്ട് ഉസ്താദേ. അല്ലാഹുവേ, പ്രവാസ ലോകത്തിൽ നിന്ന് സമയത്തിന് ഒഴിവ് പോലെ കാണുന്ന പ്രവാസികളുണ്ട്, കുടുംബസമേതം കാണുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അവരാഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലാ. അല്ലാ, എൻ്റെ പുന്നാര ഉമ്മച്ചി ഖബറിലാണ്, ഞങ്ങളെ കൂടെയില്ല, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയി ഞങ്ങളെ ഉമ്മ, വാപ്പ, വലിയമ്മ, വലിയപ്പ, കൂട്ടുകുടുംബങ്ങൾ, ഭാര്യ കുടുംബങ്ങളെ, ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, അല്ലാ അവരൊക്കെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. ഇന്ന് ആലുവയിൽ നിന്ന് പ്രിയപ്പെട്ടവർ വിളിച്ചിരുന്ന് ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ രാജ്യത്തിന്റെ 4 ഭാഗത്തു നിന്നും ആളുകൾ വിളിച്ചുകൊണ്ട് ദുആ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. അല്ലാ, പരിശുദ്ധ റമളാനിലെ പൊരുത്തം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്ക റബ്ബേ, ഖബർ വിശാലമാക്ക റബ്ബേ. സ്വർഗീയ ലോകത്ത് അവരെ ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളെ ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ വാപ്പയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ 2 ലോകത്തും വിജയം നൽകണേ റഹ്മാനെ. യാ റബ്ബു യാ അല്ലാ, യാ റബ്ബു യാ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട അഡ്മിന്മാരെ, ഈ പോസ്റ്ററുകളൊക്കെ ചെയ്തു തരുന്ന ഞങ്ങളെ മുബശ്ശിർ അല്ലാ, ആ മുബശ്ശിറിനും കുടുംബത്തിനും ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അവരെ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണമല്ല, വീട് പണി റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ. മംഗലാപുരത്തുള്ള പ്രിയപ്പെട്ട സിറാജ് ഉസ്താദ്, അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണമല്ല, റാഹത്ത് കൊടുക്കണമല്ല, ബറക്കത്ത് കൊടുക്കണമല്ല. കന്നഡ ലാംഗ്വേജിൽ എല്ലാ വിഷയങ്ങളും ഷെയർ ചെയ്യുന്ന കൂട്ടുകാരാണ് നാസിറടക്കം, ബഹുമാനപ്പെട്ട സിറാജ് ഉസ്താദ് അടക്കം, അല്ലാ ജുനൈദ് ഉസ്താദ് അടക്കം എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട അഡ്മിന്മാരായ സുഹൈൽ, അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണമല്ല. ഞങ്ങളെ നാദിർഷ തിരുവനന്തപുരം നീ ബറക്കത്ത് കൊടുക്കണമല്ല, സന്തോഷം കൊടുക്ക റബ്ബേ. അല്ലാ, കോട്ടക്കുന്നുള്ള ഞങ്ങളെ റംഷിദ് വളരെ സജീവമാണ് റബ്ബേ, നീ റാഹത്ത് കൊടുക്കണമല്ല. സൂരി ഉസ്താദ് ബറക്കത്ത് കൊടുക്കണമല്ല. ജുനൈദ് ഉസ്താദ്, ഷാഹിദ്, ലത്തീഫ് അടക്കമുള്ള എത്രയോ കൂട്ടുകാര്, അല്ലാ അവർക്ക് നീ ബറക്കത്ത് കൊടുക്കുക. അല്ലാ, ഞങ്ങളെ കൂടെ പഠിച്ചവർക്ക് നീ റഹ്മത്ത് കൊടുക്കണമല്ല. സുഖമില്ലാതെ കിടക്കുന്ന അൻവറടക്കമുള്ള കൂട്ടുകാരുണ്ട്, സുഖപ്പെടുത്തി കൊടുക്കണമല്ല. റമളാൻ കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരില്ലവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണമല്ല. പരിശുദ്ധ റമളാന്റെ ബറക്കത്ത് കൊണ്ട് കൊറോണ എന്ന രോഗം നീ ഇല്ലാതെയാക്കണമല്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ ജഅലനാ മിമ്മൻ ശഹീദ ലഹും ശഹ്റു റമളാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.